ഇല്ലാത്തവനാണ് തീക്കുട്ടിച്ചാത്തൻ. കോപത്താൽ അഗ്നിനൃത്തമാടുന്നവൻ. കോലധാരി നിതീഷ് പെരുവണ്ണാൻ. അരിച്ചാന്തും മഷിയും ചായില്യത്തിലും മുഖത്തെഴുത്ത്. കാൽപ്പറ്റും ചിലമ്പുമണിഞ്ഞ് ക്ഷേത്രമുറ്റത്തേക്ക്. പതിനാറ് പന്തം ചുറ്റും കെട്ടി തീക്കുട്ടിയാകും. തോറ്റമ്പാടി ദൈവമായി മാറി. പിന്നെ ഉഗ്രരൂപത്തിലേക്ക്. മത്സരത്തോട് മത്സരം ചേർത്ത പ്രകാരത്തിങ്കൾ ഇന്ദ്രന് വജ്രായുധം പോലെ, നാരായണന് സുദർശനം പോലെ എന്റെ ആർഭാടമായ അനുഭവിക്കട്ടെ. ക്ഷേത്രമുറ്റം അഗ്നിക്കളമാകും. തീയിൽ ആടിത്തിമിർക്കും. ഞാനിപ്പോൾ തീക്കുട്ടി ഏകദേശം ഒരു 10 വർഷമായിട്ട് ഇപ്പോൾ കഴിക്കുന്നുണ്ട്. ഞാൻ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് ഇപ്പോൾ കാളകാട്ടിലും ആധാരമായിക്കൊണ്ടാണ് കുട്ടിച്ചാത്തനുള്ളത്. കാളകാട്ടിലത്തെ വളർത്തുപുത്രൻ എന്ന് തന്നെ പറയും. കുട്ടിച്ചാത്തന് കാലി മേക്കൽ അല്ലെങ്കിൽ പശുവിനെ മേക്കലൊക്കെ ആയിരുന്നു അവിടെ ജോലി. ജോലിയിൽ വ്യാപൃതനാവും. അതുപോലെ തന്നെ അങ്ങനെ പോകുമ്പോൾ മറ്റുള്ളവരായിട്ട് ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഇല്ലത്ത് വളരേണ്ട ഒരു പുത്രൻ ആ ഇല്ലത്തെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് മറ്റു രീതിയിലേക്ക് പോകുമ്പോൾ അത് അവിടെയുള്ള നമ്പൂതിരിമാർക്കും അതുപോലെ തന്നെ ആത്തോലിനും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. എങ്ങനെയെങ്കിലും കുട്ടിച്ചാത്തനെ ഇവിടുന്ന് ഒതുക്കണം. അതിന് ഒരു മാന്ത്രിക കളവ് ഒരുക്കി അവർ പഠിച്ച വിദ്യകൾ കുട്ടിച്ചാത്തനെ ബന്ധനസ്ഥനാക്കി 390 കഷണങ്ങളാക്കി എന്നാണ് പറയുന്നത്. അത് നമ്മളൊക്കെ പഠിച്ച അതാണ്, പക്ഷേ അതിൽ കൂടുതലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. 390 കഷണങ്ങളാക്കി കുട്ടിച്ചാത്തനെ ഈ ഹോമകുണ്ടത്തിലേക്ക് ഹോമിക്കുക. അങ്ങനെ ഹോമിക്കുന്ന സമയത്ത് ഈ കഷണങ്ങൾക്കൊക്കെ ജീവനുണ്ട്. ഹോമിക്കുന്ന സമയത്ത് പലതും പല സ്ഥലത്താണ് പോയി വീഴുന്നത്. പൂവിൽ വീണത് പൂക്കുട്ടിയായി, പൂക്കുട്ടിച്ചാത്തനായി. കരിയിൽ വീണത് കരിങ്കുട്ടിയായി. അങ്ങനെ പറന്നു പോയത് പറക്കുട്ടിയായി. ഇപ്പോൾ പൂജാതി കർമ്മങ്ങളുടെ മണിയിൽ വീണത് മണിക്കുട്ടിയായി. അങ്ങനെ തീയിൽ വീണത് തീക്കുട്ടിയായിട്ട് അവിടെ നിന്ന് പൊന്തി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സാക്ഷാൽ രൂപമെടുത്തു. ഇവർക്ക് അതിനുള്ള ദോഷങ്ങൾ വന്നേരാന്ന് ഇവർ ഈ കുട്ടിച്ചാത്തനെ കെട്ടിക്കോലം വെച്ചിട്ട് തെയ്യമായിട്ട് ആടാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും അങ്ങനെയാണ് കുട്ടിച്ചാത്തൻ്റെ ആ ദേഷ്യം ഒരു ശമിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ തീക്കുട്ടി ഇവിടെ മാത്രമൊന്നുമല്ലല്ലോ. ഇതിലേക്ക് നമുക്ക് പുതിയതെന്ത് കൊണ്ടുവരാം? ഇതിൽ ചടങ്ങും സമ്പ്രദായങ്ങളും മാറാതെ കണ്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള മനസ്സിലിങ്ങനെ വന്നേരം അതിന് പറ്റുന്ന വേഷം. അപ്പോൾ ഈ പന്തുമായിട്ട് കളിക്കുമ്പോൾ ആദ്യം ഒരു കൊട്ടയായിരുന്നു നമുക്ക്. ഇത് തീ ഇങ്ങനെ കയറും. തീ അടിക്കാണ്ട് ഇവിടെ ഒരു കൊട്ടയാണ് വെക്കുക. ആ കൊട്ട വെച്ച് കഴിഞ്ഞാൽ ആട്ടത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിൽ നമ്മൾ കൈ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് എങ്ങനെ കളിക്കണം, അത് മാത്രമേ കളിക്കാനോ വേറെ ഒന്നും ചെയ്യാനാകും. വളരെ ഹൈലി റിസ്ക് ആയിട്ടുള്ളൊരു തീയാണ്. 16 പന്തങ്ങൾ എങ്ങനെ പാളുന്നു നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് 2 പന്തം മാത്രമേ ഈ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ കാണും. 2 പന്തം.
അപ്പോൾ ഈ തെയ്യത്തിന് ഒരു തെയ്യക്കാരൻ മാത്രം പോരാ ഇത് വിജയിക്കണമെങ്കിൽ. അതിൻ്റെ പിന്നണിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. നമ്മൾ അവരെ ഏൽപ്പിക്കുകയാണ്. നമുക്ക് തീ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവസാന നിമിഷത്തേക്ക് നമ്മളല്ലാണ്ടതാവും. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയൊക്കെയാണ്. പ്രത്യേകിച്ച് കുട്ടിച്ചാത്തനാണ്. എന്താണെന്ന് തോന്നുക, എന്താണ് ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. ഐതിഹ്യത്തിനും വിശ്വാസത്തിനുമൊപ്പം ആളുകളെ ഭ്രമിപ്പിക്കുന്ന ദൃശ്യഭംഗിയാണ് തീക്കുട്ടിച്ചാത്തൻ തിറക്കി. കോഴിക്കോട് ബാലുശ്ശേരി തച്ചൻകണ്ടി ശ്രീഭഗവതിക്കാവിൽ പുലരും വരെ ഈ തിറ കാണാൻ ആളുകൾ ഉറക്കമൊഴിച്ചിരുന്നു. പല ദേശങ്ങളിൽ നിന്നായി തിറയാട്ടം പകർത്താനെത്തുന്നവർ വേറെയും. സഞ്ജു പട്ടുമലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.